ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ ഡൊക്കോപ്പോൺ ഓറഞ്ച്, ജപ്പാൻ്റെ ഡൊക്കോപ്പോൺ ഓറഞ്ചിനെ കുറിച്ചിട്ടാണ്. ഇതാണ് ഡൊക്കോപ്പോൺ ഓറഞ്ച്. ഇതൊക്കെ നമ്മളെ ഗാർഡനിൽ ഇവിടെ വന്ന് കായ്ച്ച തൈകളാണ്. ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം തൈകൾ കൊണ്ടുവന്നതായിരുന്നു. ഇതിൻ്റെ തൈകൾ അത്യാവശ്യം തൈകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൂ. ഒരു 25 തൈകളാണ് നമ്മൾ കൊണ്ടുവന്നത്. അത് കംപ്ലീറ്റ് കഴിഞ്ഞു. എൻ്റെ തൈകളൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഫ്രൂട്ട് റിവ്യൂ ഒന്ന് നടത്താൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഫോർടെക് ചാനലിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിരുന്നു. ആ വീഡിയോ തന്നെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പിന്നെ അവർ കഴിക്കുന്നതും അത് പക്ഷേ എൻ്റെ ആ കഴിച്ച ഒരു 50 വീഡിയോ ചെയ്തതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്, വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വലിയൊരു മധുരമല്ല. പക്ഷേ ഇവരെ റെക്കോർഡ് നോക്കുമ്പോൾ ഏറ്റവും മധുരമുള്ള സീഡ്ലെസ് ആയിട്ടുള്ളൊരു ഓറഞ്ചാണിത്. അപ്പോൾ നമ്മളെ ക്ലൈമറ്റിന് ഇനി ഇണങ്ങി വരാനുള്ളൊരു താമസമാണോ എന്നുള്ള അറിയില്ല. എന്തായാലും ഒരു കൗതുകത്തിന് വേണ്ടി വെക്കുന്നവർക്ക് അതിൻ്റെ വലിപ്പവും കാര്യത്തിനൊക്കെ ഹൈൽഡൊന്നും ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഓരോ ഓറഞ്ച് 2 ഓറഞ്ച് 3 ഓറഞ്ച് അത്ര പതിമ കായ്ച്ചിട്ടുള്ളൂ. അപ്പം ഫ്യൂച്ചറിൽ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മളെ ജപ്പാനിൽ, അമേരിക്കയിൽ, ഫ്ലോറിഡയിലൊക്കെയാണ് ഇപ്പോൾ അത് സുലഭമായിട്ട് കായ്ക്കുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മളെ പൊട്ടിച്ച് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓറഞ്ച് ജപ്പാൻ്റെ വേൾഡിലെ ഏറ്റവും വലിയ ഓറഞ്ച് എന്ന് പറയുന്ന ഓറഞ്ചാണ് ഡൊക്കോപ്പോൺ ഓറഞ്ച്. അപ്പോൾ ജസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് കൊണ്ടുവന്ന സമയത്ത് ഒരു ഫ്രൂട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പം നമ്മളെ ഗാർഡനിൽ കായ്ച്ച് അത് ഏകദേശം ആയി വന്നൊരു ഫ്രൂട്ടാണിത്, ഡൊക്കോപ്പോൺ ഓറഞ്ച്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എത്ര ഉണ്ട് എന്നുള്ളത് നോക്കാം. ഇത് ഏകദേശം ടൈം കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ കൈ പിടിക്കുമ്പോൾ അറിയാം. കാരണം ഈ ഓറഞ്ചിൻ്റെ ഒരു പ്രശ്നം, അത് ടൈമിങ്ങിന് നമ്മൾ പൊട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് റിവേഴ്സ് പോകുന്നുള്ളതാണ്. പിന്നെ ചെടി ഇതിൽ നിന്ന് റിട്ടേൺ സ്വീകരിക്കും എന്നുള്ളതാണ് ഇതിലുള്ള വാട്ടർ കണ്ടൻറ്റ്. അപ്പോൾ ഏകദേശം ഒരു 500 ഗ്രാമിൻ്റെ മുകളിൽ എന്തായാലും തൂക്കം വരുന്നുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഡൊക്കോപ്പോൺ ഓറഞ്ച് ജപ്പാനി. എൻ്റെ വേൾഡിലെ ഏറ്റവും വലിയ ഓറഞ്ച് കിട്ടും. മുസംബി എന്നുള്ളതല്ല, ഓറഞ്ച് എന്നുള്ളത് ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അത്യാവശ്യം വാട്ടർ കണ്ടൻറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുണ്ട്. മീൻസ് നമ്മളെ ടൈം കാലാവധി കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓവർ മധുരമൊന്നുമില്ല, വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. മധുരം മനസ്സിലാകുന്നത് റിവേഴ്സ് പോയതാണ്. അപ്പോൾ നമ്മളടുത്ത് ഇവിടെ ഒരു ചാനലിൻ്റെ ഫോർടെക് ചാനൽ, എന്താ ചാനലിൻ്റെ പേര്? എൻഫോർടെക് ചാനൽ. അപ്പോൾ പുള്ളിനെ കൂടെ ഒന്ന് കഴിപ്പിച്ച് നോക്കാം എങ്ങനെയുണ്ട്, നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയൂ. പറഞ്ഞ ശരിയാണ്, മധുരമുണ്ട്, പക്ഷെ അത് റിവേഴ്സ് പോയിട്ടുണ്ട്. കാരണം ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരാഴ്ചയും കൂടെ അത് കഴിഞ്ഞാൽ ഇത് പതിരാവും. പക്ഷെ കളർ വന്നിട്ടില്ല. പക്ഷെ വലിപ്പത്തിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയ ഓറഞ്ച് ഒന്നും നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല. ഓറഞ്ച് കണ്ടിട്ടില്ല. നമ്മൾ ബബ്ലൂസ് കണ്ടിട്ടുണ്ട്, കമ്പിളി നാരങ്ങ കണ്ടിട്ടുണ്ട്, പൊമിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഓറഞ്ചിൽ ഇത്രയും വലുത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കും. അപ്പം ഇതിന്റെ വാട്ടർ കണ്ടന്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പം കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുൾ റസാഖ്, തിരൂർ.